Hi everyone, welcome to I+ Training Solutions. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ HSST ഇംഗ്ലീഷിന്റെ സിലബസിൽ ഏറ്റവും ആവശ്യമായി വരുന്ന ഒരു ടോപ്പിക്കാണ്. ദാറ്റ് ഈസ് സൺഡേ മോർണിംഗ് ബൈ വാലൻ സ്റ്റീവൻസ്. വാലൻ സ്റ്റീവൻസ് എന്ന റൈറ്ററിന്റെ ജീനിയസ് ഏറ്റവും കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കവിതയാണ് സൺഡേ മോർണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരുപാട് ഫിലോസഫിക്കൽ മീനിങ്സ് ഒക്കെ ഒക്കുപ്പൈ ചെയ്യുന്ന ഒരു കവിത കൂടെയാണ് സൺഡേ മോർണിംഗ്. ഓക്കെ, വളരെ ഷോർട്ട് ടൈമിൽ സൺഡേ മോർണിംഗിനെ കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. സോ ആദ്യം തന്നെ എഴുത്തുകാരനെ കുറിച്ച് അറിയുക. വാലൻ സ്റ്റീവൻസ് വളരെ മിടുക്കനായ മികച്ച ഒരു പോയറ്റ് ആണ്. ഓക്കെ, ഒക്ടോബർ 2, 1879 മുതൽ ഓഗസ്റ്റ് 2, 1955 വരെയാണ് ടൈം പീരീഡ്. ഓക്കെ, 1879 മുതൽ 1955 വരെ വാസ് ആൻ അമേരിക്കൻ മോഡേണിസ്റ്റ് പോയിറ്റ്. അമേരിക്കൻ മോഡേണിസ്റ്റ് പോയിറ്റ് എന്ന വിശേഷണമാണ് നമ്മുടെ സ്റ്റീവൻസിനുള്ളത്. ഓക്കെ, വാലൻ സ്റ്റീവൻസ്. First period begins with the publication of Harmonium 1923, followed by a slightly revised and amended second editions in 1930. Okay, ആദ്യമായി അദ്ദേഹത്തിന്റെ ഒരു എഡിഷൻ പുറത്തു വരുന്നത് ഹാർമോണിയം എന്ന പേരിലാണ്. ഓക്കെ, ഹാർമോണിയം അതിനകത്തിൽ ഒരുപാട് ചെറു കവിതകളൊക്കെ ഒക്കുപ്പൈ ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അതിന്റെ തന്നെ ഒരു റിവൈസ്ഡ് സെക്കൻഡ് എഡിഷൻ 1930 തന്നെ പുറത്തു വന്നായിരുന്നു. വാലൻ സ്റ്റീവൻസ് സൺഡേ മോർണിംഗ് is a philosophical and contemplative poem that falls with the modernist genre. It's a meditation on the themes of religion, mortality and the search for meaning, contrasting traditional Christianity with a more earthly pagan appreciation of nature. Okay, അതായത് നമ്മുടെ നേച്ചറിനെ വളരെയധികം പാഗൻ ആയിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നതായിട്ട്, നേച്ചറിന്റെ ഏറ്റവും വലിയൊരു ഡിവോട്ടി ആയിട്ട് നമ്മുടെ സ്പീക്കറും പോയറ്റും ഒക്കെ തന്നെ മാറുന്നത് നമ്മൾ ഈ കവിതയിൽ കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ പൊതുവേ നമ്മുടെ സ്റ്റീവൻസിന്റെ കവിതകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അതിലൂടെ കൺവേ ചെയ്യുന്ന ഫിലോസഫിക്കൽ ആയിട്ടുള്ള മീനിങ് തന്നെയാണ്. അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണം എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു കവിതയാണ് സൺഡേ മോർണിംഗ്. സൺഡേ മോർണിംഗ്. ഓക്കെ, അപ്പൊ നിങ്ങൾ HSST പരീക്ഷയ്ക്ക് എസ്പെഷ്യലി ഏത് PSC പരീക്ഷയ്ക്ക് പഠിച്ചാലും നമുക്ക് നോട്ടുകളുടെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള നോട്ടുകളെക്കാൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് പോയിന്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കവിത പഠിക്കുമ്പോഴും നിങ്ങൾ ആ സ്റ്റൈൽ തന്നെ ഫോളോ ചെയ്തോളൂ. പോയിന്റുകൾക്ക് പ്രാധാന്യം കൊടുക്കുക. എന്തിന് പ്രാധാന്യം കൊടുക്കുക? പോയിന്റുകൾക്ക്. ഓക്കെ, ഹൈലൈറ്റഡ് പോയിന്റുകൾക്ക് തന്നെ പ്രാധാന്യം കൊടുക്കുക. ജോണർ ആദ്യം മനസ്സിലാക്കുക. ഇതൊരു മോഡേണിസ്റ്റ് പോയിട്രി ആണ്. ക്യാരക്ടറൈസ്ഡ് ബൈ ആൻ എക്സ്പെരിമെന്റേഷൻ ആൻഡ് എ ഫോക്കസ് ഓൺ എക്സിസ്റ്റൻഷ്യൽ ആൻഡ് ഫിലോസഫിക്കൽ ക്വസ്റ്റ്യൻസ്. ഓക്കെ, എക്സിസ്റ്റൻഷ്യൽ ആൻഡ് ഫിലോസഫിക്കൽ ക്വസ്റ്റ്യൻസിന് ഒരു ഫോക്കസ് കൊടുക്കുന്ന കവിത എന്ന് നമുക്ക് ഈ ഒരു സൺഡേ മോർണിംഗിനെ പറയാനായിട്ട് സാധിക്കും. ഓക്കെ, എക്സ്പെരിമെന്റേഷനും ഫിലോസഫിക്കൽ ആയിട്ടുള്ള മീനിങ്ങും. തീം എന്താണെന്ന് അറിയണ്ടേ? കവിതയാകുമ്പോൾ എന്തായാലും അതിന്റെ തീം നമ്മൾ മനസ്സിലാക്കണം. നോക്കിക്കോ, ഇറ്റ്സ് എ ഫിലോസഫിക്കൽ ഡിസ്കോഴ്സ് എക്സ്പ്ലോറിംഗ് ഫെയ്ത്ത് ആൻഡ് ഡൗട്ട് വിത്ത് എ സ്പീക്കർ ആൻഡ് എ വിമൻ ഡിസ്കസിംഗ് ഇഫ് there is an afterlife or if meaning should be found in the present life and the beauty of the natural world. Okay, എന്താണ് തീമിൽ നമ്മളോട് കൺവേ ചെയ്യുന്നത്? പോയിറ്റ് എന്താണ് പറയുന്നത്? ഇതൊരു ഫിലോസഫിക്കൽ ഡിസ്കോഴ്സ് ആണല്ലേ. ഫെയ്ത്തിനെ കുറിച്ച് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ഡൗട്ട് ഈസ് എക്സിസ്റ്റിംഗ്. ഓക്കെ, അപ്പൊ ഈ സൺഡേ മോർണിംഗ് എന്ന് പറയുന്നത് സ്റ്റീവൻസ് ഒരു ഹോളി മൂഡിൽ ക്രിയേറ്റ് ചെയ്യാനാണ് ശ്രമിച്ചിട്ടുള്ളത്. ഓക്കെ, വിത്ത് സ്പീക്കർ ആൻഡ് എ വിമൻ ഡിസ്കസിംഗ് ഇഫ് there is an after life or if meaning should be found in the present life. അതായത് നമ്മുടെ മരണശേഷം നമുക്കൊരു അതർ ലൈഫ് ഉണ്ടോ, ഒരു പുനർജന്മം ഉണ്ടോ, അതോ എല്ലാ കാര്യങ്ങളും ഈ ലൈഫിൽ തന്നെ കംപ്ലീറ്റ് ചെയ്ത് വേണോ നമ്മൾ മടങ്ങാൻ എന്നൊക്കെയുള്ള ഡിസ്കഷൻസ്. ഓക്കെ, നമ്മുടെ സ്പീക്കറും ഒരു ലേഡിയും തമ്മിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നാച്ചുറൽ വേൾഡ് ബ്യൂട്ടി അവരെ വളരെയധികം ആകർഷിപ്പിക്കുന്നുണ്ട്. പോയറ്റിക് ഫോം പറയാനാണെങ്കിൽ ഇറ്റ് കംപ്രൈസ്ഡ് ഓഫ് 8 സ്റ്റാൻസസ് വിത്ത് ഈച്ച് വിത്ത് 15 ലൈൻസ്. നിങ്ങൾ എപ്പോഴും ഈ കാര്യം ശ്രദ്ധിച്ചോണേ. ഏത് കവിത പഠിക്കുമ്പോഴും ഇപ്പൊ HSSTയുടെ സിലബസ് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുത്ത് വെക്കാം, അല്ലെ എഴുതി സൂക്ഷിക്കാം. ആ സമയത്ത് ഒരുപാട് കവിതകളെ കുറിച്ച് അതിനകത്ത് പറയുന്നുണ്ട്. നിങ്ങൾ പരീക്ഷയ്ക്കായിട്ട് കൂടുതൽ പ്രിപ്പറേഷനും ഡീപ്പിലേക്ക് വരുന്ന സമയത്ത് ശ്രദ്ധിക്കണം. ഓരോ കവിതയിലും എത്ര സ്റ്റാൻസകളുണ്ട്, എത്ര വരികളുണ്ടെന്ന് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഉറപ്പായും അതെടുത്ത് നോക്കുക. ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഒന്ന് ബ്രൗസ് ചെയ്താൽ തന്നെ നമുക്ക് കിട്ടും. 8 സ്റ്റാൻസകൾ. ഓക്കെ, 8 സ്റ്റാൻസകൾ 15 ലൈൻസ് വെച്ചിട്ടുള്ള 8 സ്റ്റാൻസകളാണ് സൺഡേ മോർണിംഗിനുള്ളത്. ഓക്കെ, അപ്പൊ തന്നെ മനസ്സിലായി കാണുമല്ലോ, അത്യാവശ്യം ഒരു ലോങ് പോം ആണ്. സോ it features among other poems The Emperor of Ice Cream, Sunday Morning, The Snowman and 30 ways of looking at a blackbird. Okay, അപ്പോൾ കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐഡിയാസ് നമ്മുടെ ഈ ഒരു ഹാർമോണിയം എന്ന് പറയുന്ന കളക്ഷനിൽ തന്നെ 1925 ഹാർമോണിയത്തിൽ തന്നെ നമ്മുടെ സ്റ്റീവൻസ് ഒക്കുപ്പൈ ചെയ്തിട്ടുണ്ടായിരുന്നു. സൺഡേ മോർണിംഗ് ബൈ വാലൻ സ്റ്റീവൻസ് എക്സ്പ്ലോർ തീംസ് ഓഫ് റിലീജിയൻ വേഴ്സസ് നേച്ചർ, ദ സെർച്ച് ഫോർ മീനിങ് ആൻഡ് ഡെത്ത് ആൻഡ് ബ്യൂട്ടി ത്രൂ ദ കണ്ടംപ്ലേഷൻ ഓഫ് എ വിമൻ ഹു ചൂസസ് ടു സ്റ്റേ ഹോം ഫ്രം ചർച്ച്. Okay, so you can see loads and loads of meaning. അതായത് പല കേസസിലും നമ്മളിലുള്ള റിലീജിയസ് വാല്യൂസ് ഒക്കെ നമ്മൾ
നമ്മളൊന്ന് റീചെക്ക് ചെയ്യുന്നത് നല്ലതാണ് അല്ലേ? നമ്മൾ ഈ റിലീജിയസ് വാല്യൂസിൽ വിശ്വസിക്കുമ്പോൾ അതൊക്കെ ലൈഫിൽ കൊണ്ടുവരുന്നുണ്ടോ, പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനിൽ അത് നടപ്പാക്കുന്നുണ്ടോ എന്നുകൂടെ നമ്മൾ ചെക്ക് ചെയ്യണം അല്ലേ? സോ അതിനൊക്കെയുള്ള നമ്മളെ തന്നെ, നമ്മുടെ മനസ്സിനെ തന്നെ, നമ്മുടെ സെൽഫിനെ തന്നെ, നമ്മുടെ കോൺഷ്യസിനെ തന്നെ നമുക്കൊന്ന് വീണ്ടും ചിന്തിക്കാനായിട്ട്, വീണ്ടും ഒന്ന് തിരിച്ചറിയാനായിട്ടൊക്കെയുള്ള അവസരമാണ് സൺഡേ മോർണിംഗ്. കീ പോയിന്റ്സ് ഇൻക്ലൂഡ് ദ സ്പീക്കേഴ്സ് ആർഗ്യുമെന്റ് ദാറ്റ് divinity can be found in earthly beauty and personal emotions rather than traditional religion, the idea that death makes life and beauty precious, and the overall modernist theme of finding meaning in a world without traditional faith. Okay, എങ്ങനെയാണ് നമുക്ക് ട്രഡീഷണൽ ഫെയ്ത്തിനെ അവോയ്ഡ് ചെയ്തുകൊണ്ട് ഒരു മോഡേൺ വേൾഡിൽ മീനിങ് കാണാൻ സാധിക്കുന്നത്? പലപ്പോഴും അത് ഈസി ആണെന്ന് തോന്നും, ബട്ട് ഫൈനലി മോസ്റ്റ് കേസസ് വി ആർ സീയിങ് ദാറ്റ് ദ പീപ്പിൾ വിൽ ബി അഗെയിൻ ബാക്ക് ടു ദെയർ ഫെയ്ത്ത് അല്ലേ? പലപ്പോഴും ഫെയ്ത്ത് ഇല്ല എന്ന് പറയുന്ന ആൾക്കാർ ഒരു പോയിന്റിൽ എത്തിക്കഴിയുമ്പോൾ വൺ പോയിന്റ് ദേ വിൽ ബിലീവ് ബാക്ക് ഇൻ ഫെയ്ത്ത്. അങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും വ്യക്തിപരമായ കാഴ്ചപ്പാടുകളും അഭിപ്രായങ്ങളും ആയിരിക്കും സൺഡേ മോർണിംഗ് എന്ന കവിത വായിക്കുമ്പോൾ ഉണ്ടാകുന്നത്. Religion versus nature. The poem contrasts the holy hush of ancient sacrifice. അതിൽ നിന്ന് തന്നെയുള്ള വരിയാണ് with the pleasure of the natural world like coffee, oranges and a sunny chair. അല്ലേ? അതായത് നമ്മൾ ശരിക്കും ഈ ഹോളി ഹഷ് ഓഫ് ancient sacrifice എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. നിങ്ങൾ പ്യൂരിറ്റൻ പീരീഡിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലെ ഇംഗ്ലണ്ടിലെ പ്യൂരിറ്റാനിസം അല്ലേ? വളരെയധികം സ്ട്രിക്റ്റ് ആയിട്ടുള്ള മോറൽ വാല്യൂസും മോറൽ കോഡുകളും ഉണ്ടായിരുന്ന സമയമാണ് അല്ലേ? ഓരോരുത്തരും അവരുടെ റിലീജിയനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകളൊക്കെ വീണ്ടും ഒന്നും കൂടെ ചിന്തിച്ച സമയമാണ്. സ്ട്രിക്റ്റ് ആയിട്ടുള്ള മോറൽ വാല്യൂസ്, ഒരു തരത്തിലുള്ള എന്റർടൈൻമെന്റും വാല്യൂസും വാല്യൂസിന് മാത്രം നമ്മൾ ഫോക്കസ് കൊടുക്കുന്നു, ഒരു തരത്തിലുള്ള എന്റർടൈൻമെന്റും പ്രൊമോട്ട് ചെയ്യാതെ വെച്ചിരുന്ന ഒരു സമയം അതായിരുന്നല്ലോ നമ്മുടെ പ്യൂരിറ്റൻ പീരീഡ്. സോ അങ്ങനെയുള്ള ഒരു ലൈഫ്, ദാറ്റ്സ് ആക്ച്വലി ദ ഹോളി ഹഷ് ഓഫ് ഏൻഷ്യന്റ് സാക്രിഫൈസ്. അങ്ങനെ ഒരു ലൈഫിൽ നിന്നും പീപ്പിൾ ആർ ജമ്പിങ് ബാക്ക് ടു കോഫി, ഓറഞ്ചസ് ആൻഡ് സണ്ണി ചെയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ മെറ്റീരിയലിസ്റ്റിക് പ്ലഷർ ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പല സന്തോഷങ്ങൾ ആ ഒരു ലോകത്തേക്ക് മടങ്ങാനായിട്ട് വ്യക്തികൾ എന്ത് ചെയ്യുന്നു? അവർ വ്യഗ്രത കാണിക്കുന്നു. ആ ഒരു കാഴ്ചപ്പാട് നമുക്ക് ഇവിടെ ഉണ്ട്. ഓക്കെ, റിലീജിയൻ വേഴ്സസ് നേച്ചർ. ഇനി അടുത്തതായിട്ട് ദ സ്പീക്കർ ആർഗ്യൂസ് ദാറ്റ് എ വിമൻ ക്യാൻ ഫൈൻഡ് സ്പിരിച്വൽ ഫുൾഫിൽമെന്റ് ആൻഡ് ആൻ ഇംപെറിഷബിൾ ബ്ലിസ്. വാട്ട് ഐ മീൻ ബൈ ബ്ലിസ്? ഒരു അനുഗ്രഹം എന്ന് നമുക്ക് പറയാം. ബൈ അപ്രീഷിയേറ്റിംഗ് നേച്ചർ റാദർ ദാൻ അഡറിംഗ് ടു റിലീജിയസ് ഡോക്ട്രൈൻ. റിലീജിയസ് ഡോക്ട്രൈൻസിൽ ഫോളോ ചെയ്താൽ മാത്രമല്ല നിങ്ങൾക്ക് അല്ലാതെയും ജീവിതത്തിൽ നല്ല വ്യക്തികളാകാൻ സാധിക്കും അല്ലേ? ഇപ്പം ദൈവവിശ്വാസികൾ എന്ന് പറയുമ്പോൾ വി നോ they are actually believing in God, they are actually following all the moral context of religious life അല്ലേ? ഇനി അങ്ങനെയുള്ളവർ, on the other hand there will be people who believe in nature. They believe that everywhere there is divinity. അവർ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഗോഡിനായിരിക്കത്തില്ല ഫോക്കസ് കൊടുക്കുന്നത്, എല്ലായിടത്തും ഡിവിനിറ്റി ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരായിരിക്കും അല്ലേ? സോ അങ്ങനെ ഒരു ലൈഫിനെ കുറിച്ച് ഇവിടെ നമ്മുടെ പോയിന്റ് പറയുന്നുണ്ട്. It presents an alternative to traditional divinity, suggesting that divinity must be within herself. ഓരോരുത്തരിലും ആ ഒരു ദൈവികത്വം ഉണ്ട് അല്ലേ? And can be found in the comforts of the sun and all pleasures and all pains of earthly experience. Okay, so religious experience മാത്രമല്ല earthly experience നമുക്ക് അനുഭവിക്കാനുള്ളതാണ് എന്ന് പറയുന്നുണ്ട്. ഇനി death and beauty ഉണ്ട്. A central idea is that death is the mother of beauty, meaning that the finite nature of life makes it more valuable and beautiful. നമ്മളൊക്കെ എന്തുകൊണ്ടാണ് ജീവിക്കാനായിട്ട് ഇത്രയും വെപ്രാളം കാണിക്കുന്നത്? റീസൺ മറ്റൊന്നുമല്ല, we believe that actually there is a point, there is a full stop for our life. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു റഷിംഗ് കാണിക്കുന്നത് അല്ലേ? അതിനെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. The poem suggests that the cycle of life and death, like the evening flight of pigeons, is a form of natural beauty, not something to be feared or mourned. Okay, nothing to worry about your life. Okay, it's just like the evening flight, the evening back fly of the pigeons. Birds തിരിച്ച് നെസ്റ്റിലേക്ക് പോകുന്ന പോലെയാണ് ജീവിതം. There is a re-entry എന്നുള്ള പോയിന്റ് ഉണ്ട്. ഇനി meaning in a modern world. The poem is a work of literary modernism that questions traditional religious beliefs and seeks meaning in a secular world. Okay, secular world എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇപ്പൊ നമ്മൾ ഇന്ത്യയുടെ ഒക്കെ കേസിൽ പറയുമല്ലോ സെക്യുലാരിസം ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെന്ന്. എല്ലാ റിലീജിയനും നമ്മൾ ഒരുപോലെ ഫോക്കസ് കൊടുക്കുക, ഇന്ന റിലീജിയൻ ഫോളോ ചെയ്യുന്നൊന്നും നമ്മൾ പറയുന്നില്ല അല്ലേ? ആൻഡ് it follows a woman as she grapples with doubt, initially feeling the pull of religious ideas but ultimately finding contentment in the present moment. And the poem encourages a focus on living the present life to the fullest, rejecting the ideas of sacrificing earthly enjoyment for a potential afterlife. Okay, അപ്പോൾ ഒരു ആഫ്റ്റർ ലൈഫിന് വേണ്ടി നിങ്ങൾ ഇന്നത്തെ ഹാപ്പിനെസ് ഒന്നും ഡിസ്ട്രോയ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു കാര്യവും നമ്മുടെ റൈറ്റർ കൺവേ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഈ കവിതയുമായി ബന്ധപ്പെട്ട അതിന്റെ സമ്മറി അല്ലെങ്കിൽ മീനിങ്സ് ആ ഒരു കാര്യങ്ങളാണ്. നമുക്ക് എഴുത്തുകാരന്റെ പേരറിയണം, അതുപോലെ തന്നെ ആ ഒരു കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിനകത്തുള്ള തീം എന്താണ്, പിന്നെ എത്ര സ്റ്റാൻസുകൾ ഇതിനകത്ത് ഉണ്ട് എന്ന് ചോദിച്ചാൽ 8 സ്റ്റാൻസുകൾ. ഓക്കെ,
15 ലൈൻസ് ഒക്കുപ്പൈ ചെയ്യുന്ന 8 സ്റ്റാൻസകൾ നമുക്ക് സൺഡേ മോർണിംഗിൽ കാണാനായിട്ട് സാധിക്കും. സൺഡേ മോർണിംഗ് എഴുതിയ വാലൻ സ്റ്റീവൻസിന്റെ നേറ്റീവ് പ്ലേസ് ഓക്കെ, ഹിസ് ആക്ച്വലി എ മോഡേൺ അമേരിക്കൻ പോയിറ്റ് അല്ലെ, ഒരു അമേരിക്കക്കാരനായിട്ടുള്ള എഴുത്തുകാരനാണ് വാലൻ സ്റ്റീവൻസ്. ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക. താങ്ക് യു.